അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് കറി എൻ്റെതായൊരു രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഒരു കുക്കർ എടുത്തങ്ങാണ്ട് ഗ്യാസിൽ വെച്ച് കൊടുക്കുക, ലേശം വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുക, പിന്നെ ഒരു സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു ഉള്ളി എടുത്തങ്ങാണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ ഇഞ്ചും വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ലേശയിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെച്ചാൽ ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതും കൂടി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇത് നല്ലോണം വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാട്ടോ. പിന്നെ അതിലേക്ക് ലേശം കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബീഫ് കഴുകി വൃത്തിയാക്കി വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കുറേ ഒഴിച്ചാനും പാടില്ല. അപ്പോൾ ഈ ഇല എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് മല്ലിച്ചപ്പ്. ഞാൻ ഇവിടെ വന്നിട്ടിത് ഫസ്റ്റ് ടൈമാണ് ഇത് കണ്ടത്. അതേ ടേസ്റ്റ് തന്നെ, പക്ഷേ ഇലകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. സംഭവം അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ മല്ലിച്ചപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാവും. പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ മല്ലിച്ചപ്പ് പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അര സ്പൂണ് ലെമൺ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊക്കെ സെറ്റാക്കിയ ശേഷം നമുക്ക് കുക്കർ കൂടി അടച്ച് വെച്ചിട്ട് വേവിച്ച ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. നമ്മുടെ പൊറോട്ടക്കും അപ്പത്തിനും ഒക്കെ പറ്റും. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെയാണ് വെക്കുന്നതും കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് എൻ്റെതായൊരു രീതിയിൽ ഞാൻ വെച്ചെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളി. ബൈ.